സർ, ഇന്ത്യൻ സൈനിക നടപടിയിൽ പാകിസ്ഥാന് കനത്ത നാശമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. വലിയ തോതിൽ നഷ്ടങ്ങൾ ഉണ്ടാവുകയും ഇനി പ്രത്യേകിച്ചും വ്യോമത്താവളങ്ങൾ 11 വ്യോമത്താവളങ്ങൾ സമ്പൂർണ്ണമായിട്ടും തകർന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം. അത് പുനർനിർമ്മിക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് 4-5 വർഷമെടുക്കും എന്നും പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കിർണ കുന്നുകൾ റാവൽപിണ്ടിക്കടുത്ത് പാക് ആണവ കേന്ദ്രമാണ് എന്നൊരു സൂചനയുണ്ട്. ഈ കിർണ കുന്ന് ഇന്ത്യൻ ആക്രമണത്തിന് വിധേയമായി, ആ കിർണ കുന്നിന് സമീപം ഇന്ത്യൻ ആക്രമണത്തിന് വിധേയമായി എന്നും പറയപ്പെടുന്നു. പാകിസ്ഥാനിൽ ആണവ വികിരണം സംഭവിച്ചു എന്നും കേൾക്കുന്നുണ്ട്. എന്താണ് സാർ ഈ നഷ്ടങ്ങളും അതുപോലെ ഈ കിർണ കുന്നുകൾ അല്ലെങ്കിൽ അതിന് സമീപമുള്ള ഈ ആക്രമണം, അത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? കേൾക്കുന്ന കാര്യങ്ങളുടെ കതിരും പതിരും തെളിച്ച് കാര്യങ്ങളെ അപഗ്രഥിക്കുക എന്നതാണ് പരമാവധി നമുക്ക് ചെയ്യാനാവുന്നത്. പൂർണ്ണ വിവരം പാകിസ്ഥാനിൽ നിന്നും നമുക്ക് ലഭ്യമല്ല. ഇന്ത്യൻ ഏജൻസികൾ കണ്ടെത്തിയ വിവരങ്ങളും പാകിസ്ഥാൻ സ്വയം അവർക്ക് തന്നെ പുറത്തുവിടുന്ന ഏകപക്ഷീയമായിട്ട് അവരുടെ വേർഷൻ പുറത്തുവിടുന്നതും ചേർത്ത് ഹരിച്ചു കുണിച്ചൊക്കെ നോക്കി മാത്രമേ നിഗമനങ്ങളിൽ എത്താനാവൂ. അതിൻ്റെ ബേസിസിൽ മാത്രമേ നമുക്ക് സംസാരിക്കാനാവൂ. അല്ല എങ്കിൽ അത് നമ്മൾ എന്തെങ്കിലും ഒരു നമ്പർ പറയുന്നു, അത് യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത നമ്പർ ആകുന്നതിൽ അർത്ഥമില്ല. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വലിയ കുഴപ്പം പറ്റി. പാകിസ്ഥാൻ പറഞ്ഞു ഇന്ത്യയുടെ S-400 ഇത് ആദംപൂർ വിമാനത്താവളം നശിപ്പിച്ചു, S-400 നശിപ്പിച്ചു. ആദംപൂരിൽ ചെന്നാണ് പ്രധാനമന്ത്രി സംസാരിച്ചിരിക്കുന്നത്. പിന്നെ അദ്ദേഹം ഇതിന്റെ ഈ S-400 മുന്നിൽ നിന്നാണ് സംസാരിച്ചത്. ഇവിടെ വ്യോമ കേന്ദ്രങ്ങൾ, ഭാരതത്തിൻ്റെ 36 നഗരങ്ങളുടെ വ്യോമ കേന്ദ്രങ്ങൾ ഒരു ദിവസം, പിറ്റേന്ന് 26 നഗരങ്ങൾ പ്രധാനമായും വ്യോമതാവളങ്ങളുള്ള സ്ഥലങ്ങൾ തിരഞ്ഞുപിടിച്ച് പാകിസ്ഥാൻ ആക്രമിച്ചു. അതിന് കൃത്യമായ മറുപടി, മെഷേർഡ് റെസ്പോൺസ് വ്യോമകേന്ദ്രങ്ങൾക്ക് നേരെ തന്നെ പാകിസ്ഥാനിൽ ഉള്ള വ്യോമകേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ നടത്തി. അവിടെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ആക്രമിച്ച അതിനുള്ള റെസ്പോൺസാണ്. ആ റെസ്പോൺസ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആ തീവ്രതയിലുള്ള റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല. ഒരു പരിധി വരുന്നത് ഉരുളക്കുപ്പേരി പോലെയുള്ള നമ്മൾ ഉരുളക്കുപ്പേരി എന്ന് പറയുമ്പോൾ ആപ്റ്റ് റെസ്പോൺസ് എന്നത് ഇവിടെ മോർ ദൻ ആപ്റ്റ് റെസ്പോൺസാണ് സംഭവിച്ചത് എന്നതാണ് വൈകി ലഭിക്കുന്ന സൂചനകൾ. നമ്മൾ 11ഓളം കേന്ദ്രങ്ങളാണ് ടാർഗറ്റ് ചെയ്തതെങ്കിലും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ പാകിസ്ഥാൻ തന്നെ സമ്മതിക്കുന്നു അവരുടെ സൈനികർക്ക് നാശമുണ്ടായിട്ടുണ്ട്, അവരുടെ ആൾനാശമേറെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആൾനാശത്തിൻ്റെ കാര്യം അവർ ഭീകരരാണ്, 100 ഭീകരർ മരിച്ചു എന്നാണ് ഇന്ത്യയുടെ കണക്കുകൾ. അത് 9 ഭീകര കേന്ദ്രങ്ങളിലുള്ള അറ്റാക്കും അല്ലാത്ത ഇടങ്ങളിലെ അറ്റാക്കും എല്ലാം ചേർന്ന് 45 ആർമി മെൻ മരിച്ചു എന്നും ഇന്ത്യ കണക്കാക്കുമ്പോൾ അവരതിൻ്റെ എണ്ണം കുറച്ച് 11 പേരെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ആ നമ്പർ എന്ത് തന്നെ ആയിരുന്നാലും അതിന് പൂർണ്ണ സ്ഥിരീകരണം ഉണ്ടാവില്ല. പക്ഷേ ശവസംസ്കാര ചടങ്ങുകളുടെ എണ്ണം, തോത് മുതലായവ ഒരു സൂചനയാണ്. അത് ഓപ്പൺ ഡേ ലൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് നോക്കുമ്പോൾ അവർ ക്ലെയിം ചെയ്തതിനേക്കാൾ കൂടുതൽ എണ്ണം മരണങ്ങൾ സംഭവിച്ചു. അവിടെ ആർമി പ്രസൻസുമുണ്ട്. അതുകൊണ്ട് തീവ്രവാദികളുടെ ശവസംസ്കാര ചടങ്ങിൽ റെസ്പോൺസിബിൾ മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തീവ്രവാദ ബന്ധം സ്ഥിരീകരിക്കാൻ അങ്ങ് പാഴൂർപ്പടി വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. അത് കൃത്യമായി നമ്മൾ വെളിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച ഖൈറാന ഹിൽസിൽ അവിടെയാണല്ലോ പാകിസ്ഥാൻ്റെ ആണവ പോർമുനകൾ അല്ലെങ്കിൽ ഫിസൈൽ മെറ്റീരിയൽ, വെപ്പൺ ഗ്രേഡ് ഫിസൈൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സുരക്ഷിത ഇടം. രാജ്യങ്ങൾ തമ്മിലൊരു കരാറുണ്ട്. സാധാരണ ആണവ ശക്തികൾ തമ്മിൽ അവരവരുടെ രാജ്യത്ത് എവിടെയെല്ലാമാണ് ആണവ ആയുധങ്ങൾ അല്ലെങ്കിൽ പൂർണ്ണ തോതിൽ സംയോജിപ്പിച്ച ആയുധങ്ങളല്ല, മറിച്ച് ഈ ഫിസൈൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് ഒരു അങ്ങോട്ട് അവിടെ ആക്രമിക്കാൻ പാടില്ല എന്നൊരു അലിഖിത നിയമമുണ്ട്. അത് ലിഖിതമൊന്നുമല്ല, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഒരു റേഡിയേഷൻ ലെവൽ കുറച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ്. അറിയാതെ ആക്രമണം നടത്തുമ്പോൾ, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് കലാശിക്കാം, അല്ല എങ്കിൽ വലിയ തോതിലുള്ള ആണവ വികിരണം ഉണ്ടാകാം. അത് ചിലപ്പോൾ അയൽ രാജ്യത്തേക്കും കൂടെ നീങ്ങുന്ന വികിരണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു ധാരണ ഉള്ളതായി അറിയില്ല. അതുകൊണ്ട് പക്ഷേ പാകിസ്ഥാൻ്റെ ആണവ ആയുധങ്ങൾ എവിടെയെല്ലാമാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്ന് കൃത്യമായ അറിവുണ്ട്. അതിലൊന്ന് ഖൈറാന ഹിൽസാണ്. പക്ഷേ അവിടെ ആക്രമിച്ചിട്ടില്ല. അതിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടന്നു. കനത്ത നാശനഷ്ടങ്ങളാണ്. അതൊരു സന്ദേശമാണ്. വേണ്ടി വന്നാൽ ഞങ്ങൾ
നിങ്ങളുടെ ആണവ ആഴ്സനൽ അല്ലെങ്കിൽ ആണവ കലവറയിൽ ഞങ്ങൾ ആക്രമണം എത്തിക്കും എന്നതിൻ്റെ ഒരു സൂചനയായി അതിനെ കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ആണവായുധങ്ങൾ ഈ അപ്പം ചുട്ട് വെച്ചിരിക്കുന്ന പോലെ വെച്ചിട്ടുള്ള കാര്യങ്ങളല്ല. ആണവായുധങ്ങൾ 3 ഇടത്താണ്. അതിൻ്റെ ഫിസൈൽ മെറ്റീരിയൽ, അത് പോർമുന, അത് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് സെൻട്രിഫ്യൂഗിളാക്കി അത് ഒരു വശത്ത് ഒരു ഇടത്ത് സുരക്ഷിതം, അതാണ് ഏറ്റവും സുരക്ഷ ആവശ്യമുള്ള കാര്യം. അത് പുറത്തെടുക്കുമ്പോൾ ചില പ്രോട്ടോക്കോളുകളുണ്ട്, ആഭ്യന്തരമായ പ്രോട്ടോക്കോളുകൾ പാലിച്ചെങ്കിലേ ചെയ്യും. അതൊക്കെ തീർച്ചയായിട്ടും പുറം ലോകത്തിന് ഒരു ധാരണ അതേക്കുറിച്ച് ലഭിക്കും. അണവായുധ യുദ്ധം ഇമിനൻ്റ് ആണ് എന്നതാണ്. പക്ഷേ അത് ഉപയോഗിക്കാനാവില്ല. ഉപയോഗിക്കണമെങ്കിൽ പ്രൊപ്പൽഷൻ സംവിധാനം ഉണ്ടാകണം, റോക്കറ്റ്. അതുമാത്രമല്ല അതിൻ്റെ ഇന്ധനം, ആ റോക്കറ്റിൽ ഉപയോഗിക്കേണ്ട ഇന്ധനം മറ്റൊരിടത്താണ്. ഇതെല്ലാം പരസ്പരം കൂട്ടി യോജിപ്പിച്ചെങ്കിൽ മാത്രമേ ആണവ ആയുധം പ്രയോഗിക്കാനാവൂ. പ്രയോഗിക്കാൻ തക്ക ഡെലിവറി സംവിധാനമുണ്ടോ? അതിന് ട്രയാഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഏത് രീതിയിലാണ് പ്രയോഗിക്കുന്നത്, കരയിൽ നിന്നും കരയിലേക്ക് ഇത് വെക്കാവുന്ന കാര്യങ്ങളുണ്ട്, കടലിൽ നിന്നും കരയിലേക്കും ആകാശത്ത് നിന്നും കരയിലേക്കും. ഇതിൻ്റെ പേരാണ് ട്രയാഡ്. അപ്പോൾ ഇന്ത്യക്ക് ആ ട്രയാഡ് കേപ്പബിലിറ്റി ഉണ്ട്, ന്യൂക്ലിയർ ട്രയാഡ് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ പാകിസ്ഥാന് അങ്ങനെ ഒരു കേപ്പബിലിറ്റി ഉള്ളതായി കരയിൽ നിന്ന് വിക്ഷേപിക്കാം, പക്ഷേ കടലിൽ നിന്നും ആകാശത്തു നിന്നും വിക്ഷേപിക്കാനുള്ള കേപ്പബിലിറ്റിയോ ഡെലിവറി മെക്കാനിസമോ ഉണ്ട് എന്നതിന് ഇതുവരെ സ്ഥിരീകരണങ്ങളില്ല. അതുകൊണ്ട് ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെതിരെ ആണവ ആക്രമണം നടന്നില്ല. കാരണം ആദ്യം നടത്തില്ല, നോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ നടത്തില്ല. നോ ഫസ്റ്റ് യൂസ് ആദ്യം നടത്തില്ല. അതാണ് നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസ്. നമ്മൾ പ്രതിരോധത്തിന് വേണ്ടി ആണവായുധങ്ങൾ കൈവശം വെക്കും, പക്ഷേ അത് ആക്രമിക്കാനല്ല, മറിച്ച് ആക്രമണം ഒഴിവാക്കാനുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സുരക്ഷാ സംവിധാനം എന്ന നിലയില്ല. പക്ഷേ ഇങ്ങോട്ടാണവുമായി ആക്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കും. പക്ഷേ ഇന്ത്യ ആക്രമിച്ചിട്ടില്ല, പക്ഷേ വേണ്ടി വന്നാൽ ആക്രമിക്കും എന്നതിൻ്റെ സൂചനയാണ് ഈ റാവൽപിണ്ടിക്കടുത്തുള്ള, അത് പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രമാണ് റാവൽപിണ്ടി, അതിനടുത്തുള്ള കിറാന ഹിൽസ്, അവിടെയുള്ള കാര്യം. കാരണം ഇപ്പം നമുക്ക് അറിയാം, ഇന്ത്യ പാകിസ്ഥാനും തമ്മിലൊരു ആണവ ഒരു എസ്കലേഷൻ 1998 മൂർധന്യത്തിലെത്തിയത്. ഇന്ത്യ ഈ 5 സ്ഫോടനങ്ങൾ, പരീക്ഷണങ്ങൾ നടത്തുന്നു. ഈ ബുദ്ധപൗർണിമ ദിനത്തിൽ രാജസ്ഥാനിലെ പൊഖറാനിൽ. അപ്പോൾ അതിർത്തിക്കപ്പുറത്ത് ചഗായ് ഹിൽസ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഊഷരഭൂമിയിൽ പാകിസ്ഥാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 5 സ്ഫോടനങ്ങൾ തന്നെ നടത്തി. അപ്പോൾ തോപ്പത്തിന് തോപ്പം ഉരുളക്കുപ്പേരി എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ അതിനുശേഷം ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയി. റെസ്പോൺസിബിൾ ന്യൂക്ലിയർ പവർ എന്ന നിലയിൽ ഒരു ന്യൂക്ലിയർ ഡോക്ട്രിൻ, പാകിസ്ഥാൻ എൻ്റെ അറിവിൽ ന്യൂക്ലിയർ ഡോക്ട്രിൻ ഇല്ല. അവർക്ക് ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണമെന്നറിയാത്ത ഒരവസ്ഥ. അപ്പോൾ അവിടെയാണ് ഇന്ത്യ സൂചന നൽകുന്നത്, നിങ്ങൾ ആണവമെന്ന് വാക്കുകൊണ്ട് പറയുന്നു, പക്ഷേ നിങ്ങൾ അതിൻ്റെ സമീപത്തെങ്ങാനും പോയാൽ ഞങ്ങൾക്കറിയാം ഇതെവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഞങ്ങളത് ഉപയോഗിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾക്ക് തകർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, വേർവിറ്റലുണ്ട്, നമുക്കതിനുള്ള തീരുമാനമുണ്ട്. അതറിയണം. ഇതൊരു വാർണിംഗ് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ആക്രമണം ഉള്ളതായി. ഈ കിർണ കുന്നുകളിൽ അതിന് സമീപം ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം നമ്മൾ നടത്തിയത് ശക്തമായൊരു താക്കീതും മുന്നറിയിപ്പുമാണ്. ഒരു താക്കീതും ചെറിയ തോതിൽ അൺകൺഫേംഡ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെറിയ തോതിലുള്ള വികിരണം ഉണ്ട് എന്ന സംശയത്തിൽ അമേരിക്കൻ, ഈജിപ്ഷ്യൻ റെക്കഗ്നൈസൻസ് വിമാനങ്ങൾ, നിരീക്ഷണ വിമാനങ്ങൾ ഈ അണുവികിരണത്തിന് തോത് സംഭവിച്ചാൽ അത് അളക്കാനുള്ള സംവിധാനങ്ങളുള്ള വിമാനങ്ങളാണ്. അതെത്തി എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു ആണവ യുദ്ധത്തിലേക്ക് ഈ രാജ്യങ്ങൾ പോകുമെന്ന ഒരു ഘട്ടം വന്നതുകൊണ്ടാണോ അങ്ങനെയുള്ള വിമാനങ്ങൾ അയച്ചത്? അതും ഇനിയുള്ള കാലത്ത് അതിനുള്ള സ്ഥിരീകരണങ്ങൾ വരും ദിവസങ്ങളിൽ അത് വെളിയിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.